ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു നാടൻ കറിയാണ്. കപ്പ അല്ലെങ്കിൽ കൊള്ളി, മരച്ചീനി എന്നൊക്കെയാണ് പല രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ കപ്പ കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ? ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. 1/2 കിലോ കപ്പയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് വൃത്തിയായി കഴുകി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കപ്പ വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രത്തിൽ വേവിക്കാം കേട്ടോ. ഈ കുക്കറിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കപ്പ വേവുന്നതിന് ആവശ്യമായ വെള്ളം അതിങ്ങനെ നികക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം കേട്ടോ. കപ്പയുടെ വേവ് അനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട്. ചില കപ്പയ്ക്ക് നല്ല വേവ് ഉണ്ടാവും, ചിലതിന് വേവ് ഉണ്ടാവില്ല അധികം. അപ്പോൾ ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് 2 വിസിലാണ് കേട്ടോ. ഇപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറക്കാം. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്കിതൊന്ന് തുറക്കാം. ഇതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് കളയാം. ഇതിനകത്തൊരു മട്ടുണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് കളയണം. കപ്പ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത്, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ വേണ്ടത് 3 പച്ചമുളക്, ഒരു 6 ചെറിയ ഉള്ളി, അല്പം കറിവേപ്പില, 3 വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ. ഞാൻ അരച്ചെടുത്തു കേട്ടോ. അധികം പേസ്റ്റ് പോലെ അരയ്ക്കണ്ട കേട്ടോ, ഇതേപോലെ അരച്ചെടുത്താൽ മതി. കണ്ടോ. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ അല്പം അരപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം കേട്ടോ. നമ്മുടെ കപ്പ കറി റെഡി ആയിട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.